ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയത്തെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ദാസൻ കുടുംബം, ബഹുമാനരായ എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും ഒരിക്കൽ കൂടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഇന്ന് രാത്രിയിൽ കൂടെ അറിയിക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാന അധ്യായങ്ങളിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. 27, 28 അധ്യായങ്ങളുടെ അപ്പോസ്തല പ്രവൃത്തികൾ ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 26-ാം അധ്യായം അവസാനിപ്പിച്ച് 26-ാം അധ്യായത്തിലാണ് നമ്മൾ നിർത്തിയിരുന്നത്. അതിൽ അഗ്രിപ്പ രാജാവിന് മുമ്പിൽ പൗലോസ് വിചാരണയ്ക്ക് നിൽക്കുകയും തുടർന്ന് അദ്ദേഹം സീസറെ നീറോ ചക്രവർത്തിയെ അഭയം ചൊല്ലിയത് കൊണ്ട് അദ്ദേഹത്തെ റോമിലേക്ക് വിട്ടയക്കുവാനുള്ള കൽപ്പന വന്നതിനാൽ അദ്ദേഹത്തെ റോമിലേക്ക് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇന്നത്തെ ദിവസം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല 20 ഇവിടെ ഇതിൻ്റെ 4-ാം പാർട്ട് എന്ന നിലയിൽ അപ്പോസ്തല പ്രവൃത്തി 27 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ ആണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്ന. നേരത്തെ പറഞ്ഞിരുന്നു. 27-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ പൗലോസ് റോമിലേക്ക് യാത്രയാകുന്ന ഒരു ഭാഗമാണ്. അതിന് ഞാനിവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിവിടെ റോമിലെത്തുന്നത് വരെ എല്ലാ സ്ലൈഡുകളിലും ഈ മാപ്പ് നമുക്ക് മാപ്പ് നോക്കി അത് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പൗലോസിനെ റോമിലേക്ക് പോകാനുള്ള കൽപ്പന വന്നപ്പോൾ മറ്റു തടവുകാരുടെ കൂടെ പൗലോസ് അതുപോലെ അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രയിൽ ഉണ്ടായ അരിസ്തർഹോസ്, ഇവിടെ ഞങ്ങൾ എന്നുള്ള വാക്യത്തിലാണ് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ലൂക്കോസ് എന്ന് പറയുന്ന ഇതിൻ്റെ എഴുത്തുകാരൻ ലൂക്കോസും ഈ കപ്പൽ യാത്രയിൽ പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഞങ്ങൾ എന്നുള്ള ആ ഭാഗം നമുക്ക് 27-ാം അധ്യായം നമുക്ക് 28 ഒക്കെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ തുടർമാനമായിട്ട് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ ശതാധിപനായ യൂലിയാസിന്റെ നേതൃത്വത്തിൽ പൗലോസ് ഒരു മറ്റ് തടവുകാരെ പോലെ കൊലപ്പുള്ളിയോ മറ്റ് അക്രമകാരിയോ ഒന്നും അല്ല, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റും നടത്തിയിട്ടില്ല. അദ്ദേഹം കൈസർ അഭയം ചൊല്ലിയത് കൊണ്ടാണ് പോകുന്നത് നമുക്കറിയാം. ശരിയായിട്ടുള്ള ഒരു വിചാരണ അദ്ദേഹത്തിൻ്റെ മേളിൽ നടന്നിട്ടില്ല. മാത്രമല്ല, ഇതുവരെയും അദ്ദേഹം ഒരു തെറ്റുകാരനല്ല. അദ്ദേഹത്തിന് ഒരു ഫൈനൽ ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ടാണ് റോമിലേക്ക് അയക്കുന്നത്. റോമിൽ ഉള്ള യാത്രയുടെ വിവിധ ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ കൈസരയിൽ നിന്ന് ഏഷ്യക്കര പറ്റി ഓടാനുള്ള ഒരു കപ്പലിൽ പൗലോസ് യാത്ര ചെയ്യുന്ന ഇവിടെ ഞാൻ എൻ്റെ കഴ്സർ നോക്കും. ഇവിടെ സീദോൻ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തുകയാണ് പൗലോസ്. ഇവിടെ സീദോൻ എന്ന് പറയുന്നത് ഇന്നത്തെ ലെബനോൻ, ആധുനിക ലെബനോൻ എന്നാണ് സീദോൻ ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇവിടെ എത്തിയ ശേഷം പൗലോസിനോട് യൂലിയാസ് എന്ന് പറയുന്ന ശതാധിപൻ അല്പം ദയ കാണിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗലോസ് ഒരു സാധാരണ തടവുപുള്ളി അല്ല എന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, നമ്മളിതിനെ ആത്മീയമായിട്ടാണ് ഇതിനെ എല്ലാ കാര്യങ്ങളും സ്പിരിച്വലി ഞാൻ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ദയ നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് നമുക്ക് അധികാര തലങ്ങളിൽ നിന്നും ഒരു ദയ ലഭിക്കാൻ ഇടയായിത്തീരും. യൂലിയാസ് പൗലോസിനോട് ഒരു ദയ കാണിക്കുക. അദ്ദേഹം സ്നേഹിതന്മാരുടെ അടുക്കൽ ഇവിടെ സീദോനിൽ എത്തി അവരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാനായിട്ട് യൂലിയാസ് അനുവദിക്കുന്നു. അവിടെ നിന്നും കപ്പൽ നീക്കി സൈപ്രസ് ദ്വീപിൻ്റെ മറപറ്റി ഇവിടെ ഞാൻ ഈ ലിസിയ മുറ എന്ന് പറഞ്ഞ ഈ തുർക്കിയുടെ ഈ ഭാഗത്താണ് കപ്പൽ എത്തിച്ചേരുന്നത്. അവിടെ റോമിലേക്ക് ഡയറക്റ്റ് ഈ കപ്പൽ പോകുന്നില്ല. ഇവിടുന്ന് ഏഷ്യാക്കര പറ്റി ഓടി ഇവിടെ മുറ എന്ന് പറയുന്ന ഈ പട്ടണത്തിൽ
ഈ ഇവിടെയാണ് ഈ കപ്പൽ വന്ന് നിൽക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ശതാധിപൻ ഇറ്റലിക്ക് പോകുന്ന ഒരു അലക്സാന്ദ്രിയ കപ്പൽ കണ്ട് അതിൽ യാത്ര ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ നോക്കുക, ഈ അന്നത്തെ കാലത്ത് റോമിലേക്ക് ഈ ധാന്യങ്ങൾ, ഗോതമ്പും ചോളവും ഒക്കെ കൊണ്ടുപോകുന്നത് ഈ ഈജിപ്തിൽ നിന്നുള്ള കപ്പൽ ആണ് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കാർഗോ ഷിപ്പിൽ പൊതുവെ തടവുകാരെയൊക്കെ റോമിലേക്ക് കൊണ്ടുപോകുന്ന ഇതുപോലെ ഈ കാർഗോ കപ്പലുകളിലാണ്. അതിനകത്ത് കയറ്റി പോകുന്ന വഴിയിൽ ചില വളരെ പ്രയാസത്തോടെ ആണ് ഈ കപ്പൽ യാത്ര ഇവിടുന്ന് തുടങ്ങുന്നത്. അവിടെ കാറ്റ് സമ്മതിക്കായാൽ ക്രേത്ത ദ്വീപിന്റെ മറപറ്റി ശൽമോനയിലേക്ക് ക്രേത്ത ദ്വീപിന്റെ മറപറ്റി ശൽമോനയ്ക്ക് നേരെ ഓടി വളരെ പ്രയാസത്തോടെ ലസയ്യ പട്ടണത്തിന്റെ സമീപത്ത് സുബ തുറമുഖം എന്നു പേരുള്ള സ്ഥലത്തെത്തുന്നു. ഇവിടെ നിന്ന് മുറായിൽ നിന്നും ഇവിടെ ക്നീദോസ് ദ്വീപിന്റെ അതിന്റെ തൂക്കിൽ പ്രയാസത്തോടെ എത്തി അവിടെ നിന്ന് ഈ ലസയ്യ അവിടെ എത്തിയിട്ട് അവിടുന്ന് ഫെയർ ഹാവൻസ് അല്ലെങ്കിൽ ശുഭ തുറമുഖം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തുകയാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് ഈ കപ്പൽ യാത്ര ചെയ്യുന്നത്. കാറ്റ് ചെറിയ രീതിയിൽ വളരെ തരത്തിലുള്ള കാറ്റുകളൊക്കെ ഉണ്ട്. എന്നാൽ ശക്തമായൊരു കാറ്റായിരുന്നാലും വളരെ പ്രയാസപ്പെട്ടാണ് എത്തിച്ചേരുന്നത്. ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, റോമിലേക്ക് കൊണ്ടുപോകാമെന്ന്. നമ്മുടെ ജീവിതത്തിലും ദൈവം ഒരു കാര്യം നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം. പക്ഷെ നമ്മൾ പോകുന്ന വഴിയിൽ അവിടെ നേരിടാനുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ കാര്യങ്ങളൊന്നും കർത്താവ് പറയത്തില്ല. നമുക്ക് അബ്രഹാമിനെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അബ്രഹാമിനെ വിളിച്ചു, ഞാൻ കാണിപ്പാനി ദേശത്തേക്ക് പുറപ്പെട്ടു പോവുക. പക്ഷേ ഒരിക്കലും അബ്രഹാമിനോട് വരാനിരിക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും പറയുന്നില്ല. അതുപോലെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് വിടുവിക്കുമ്പോൾ ചെങ്കടലുണ്ടെന്നോ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളമില്ലെന്നോ ഇങ്ങനെയുള്ളതായ പ്രതിസന്ധി വരുമെന്നോ ഒരു കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് യാതൊരു സൂചനകളും കൊടുക്കുന്നില്ല. പൗലോസിനോട് ദൈവത്തിന്റെ വാഗ്ദത്തം, നിന്നെ റോമിൽ എത്തിക്കും, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു, എൻ്റെ സാക്ഷിയായിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു യാത്രയിൽ വളരെ പ്രയാസത്തോടെയാണ് പൗലോസ് യാത്ര ചെയ്യുന്നത്. ഇവരെ ഈ ശുഭ തുറമുഖം ഫെയർഗാവൻസ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തുമ്പോൾ പൗലോസ് ഇവിടെ ഒരു വാണിംഗ് കൊടുക്കുന്നു. അപ്പോൾ വാണിംഗ് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് വോയേജ് ഇഗ്നോർഡ്. ഇവിടെ നമ്മൾ ഈ മാപ്പിൽ എഴുതിയിരിക്കുന്ന പോലെ ഒരു ഒരു വാണിംഗ് കൊടുക്കുന്നു. അത് പറയുന്നത് ഇപ്രകാരമാണ്, 10ാമത്തെ വാക്യത്തിൽ വായിക്കാം. ഇവിടെ വായിക്കപ്പെടുന്നത്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്ക് ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. പൗലോസ് ഇവിടെ ഒരു പ്രവചനാത്മാവിൽ ഒരു ദൂത് പറയുകയാണ്. കപ്പൽ ഉള്ള സകല മനുഷ്യരെ നോക്കിയിട്ട് പൗലോസ് പറയാണ്, കപ്പൽ മാത്രമല്ല, കപ്പലിലെ സാധനങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ പ്രാണനും കൂടെ ഹാനി വരുന്ന ഒരു യാത്രയാണിത്. അതുകൊണ്ട് നിങ്ങൾ ഈ കപ്പൽ ഇവിടെ നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഇനി ഒരു കപ്പൽ മുന്നോട്ട് ഉള്ള യാത്ര ശുഭകരമല്ല എന്ന് ഒരു വാണിംഗ് പൗലോസ് കൊടുക്കുകയാണ്. ഈ പൗലോസ് ഏകദേശം 2-3 മിഷണറി യാത്രയിൽ 10,000 കിലോമീറ്റർ കപ്പൽ യാത്ര ചെയ്ത ഒരു മനുഷ്യനാണ്. പലതരത്തിലുള്ള കപ്പൽ യാത്രകളിലെ പ്രയാസങ്ങൾ പൗലോസിന് അറിയാം. എന്നാൽ ഇവിടെ അതിലുപരിയായിട്ട് ഒരു പ്രവചനം കൂടെയാണ് പൗലോസ് ഇതിൽ കൂടെ വെളിപ്പെടുന്നത്. 2 കൊരിന്ത്യർ 11-ന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്, കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം പറയുന്നത്, 3 പ്രാവശ്യം ഞാൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. പൗലോസിന്റെ കഷ്ടതകളെ കുറിച്ചൊക്കെ വിവരിക്കുമ്പോൾ പൗലോസ് പറയുന്നത് 3 പ്രാവശ്യം ഞാൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു എന്നാണ്. പക്ഷേ എഫെസോസിൽ നിന്ന് കൊരിന്തിലേക്ക് ലേഖനം എഴുതുമ്പോൾ ഒരിക്കലും ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസിന്റെ കഷ്ടതകളെ കുറിച്ച്
വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നാലാമത്തെ ഒരു അനുഭവമായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മറ്റ് 3 കപ്പൽ ഛേദങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അത് ഇത്ര ഭീകരമായിരിക്കത്തില്ല, ചെറിയ രീതിയിലുള്ള ഒരു പ്രയാസമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റൻ പറയുന്നതിനേക്കാൾ വേറെ ആര് പറഞ്ഞാലും ഈ ശതാധിപൻ വിശ്വസിക്കുകയില്ല. അത് സ്വാഭാവികമാണ്. പൗലോസിന്റെ കപ്പൽ യാത്രയിലെ പരിചയമോ, പൗലോസ് ഒരു ദൈവദാസനാണെന്നോ, അദ്ദേഹം ദൈവത്തിന് വേണ്ടി നിന്നതാണെന്നോ, ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും പൗലോസ് മുഖാന്തരം ചെയ്തെന്നോ ഉള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ ശതാധിപൻ ഇവിടെ അത് ഒരു പ്രസക്തി അതിനെ ഒരു വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അതിനെപ്പറ്റി വലിയ അറിവില്ലായിരിക്കാം. ഒരിക്കലും അത് സ്വാഭാവികമായിട്ടും പൗലോസിന്റെ വാക്കുകൾക്ക് അത്രയും ഒരു വിശ്വാസ്യത കൊടുക്കുന്നില്ല. അതുകൊണ്ട് കപ്പൽ ഉടമയും കപ്പലിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ കപ്പിത്താൻ മാലുമിയും അതിൻ്റെ കപ്പിത്താനും പറയുന്ന, അല്ലെങ്കിൽ കപ്പൽ ഉടമസ്ഥനും അതിൻ്റെ മാലുമിയും അല്ലെങ്കിൽ മാലുമിയുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പൈലറ്റ്, ഇവർ പറയുന്ന വാക്കുകൾക്കപ്പുറമായിട്ട് പൗലോസിന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ ഇവരുടെ വാക്കുകളെ അധികമായി വിശ്വസിച്ചുകൊണ്ട് കപ്പൽ അടുത്ത സ്ഥലത്തേക്ക്, ഇവിടുന്ന് ഞാൻ പറയും ഫെയർ ഹാവൻസിൽ നിന്ന് ഫൊയ്നീക്ക എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തി ഇവിടെ ശീതകാലം കഴിക്കാനാണ് ഇവർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ പൗലോസിന്റെ വാണിങ്ങിനെ ഇഗ്നോർ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ചെന്ന് വിന്റർ സീസൺ ഇവിടെ കഴിക്കാനുള്ള ഒരു താല്പര്യത്തോടെ അവർ മുന്നോട്ട് നീങ്ങിയാണ്. പക്ഷേ ആദ്യത്തെ യാത്രയിൽ നിന്നും വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. ചെറിയ കാറ്റുകളൊക്കെ അടിച്ചു, എങ്കിലും കുഴപ്പമില്ല, വീണ്ടും നമുക്ക് യാത്ര മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച് ക്രേത്ത ദ്വീപിന്റെ മറപറ്റി ഓടുന്നതായിട്ടാണ് നമ്മൾ ഈ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ വലിയ കൊടുങ്കാറ്റടിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പോൾ 27 അധ്യായം 14 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ യാത്ര ഇപ്പോൾ ഇവർ ഏകദേശം ഇവിടുന്ന് ഈ ഫെയർ ഹാവൻസ്, ഈ സുബതുറമുഖം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് ഫൊയ്നീക്കിലേക്കുള്ള യാത്രയിൽ ക്രേത്ത ദ്വീപിന്റെ മറപറ്റി പതുക്കെ ഓടി ചെറിയ കാറ്റൊക്കെ ഉണ്ട്, എന്നാൽ പ്രയാസമില്ല, എന്നാൽ പൊയ്ക്കളയം വിചാരിച്ചപ്പോൾ ഈശാനം മൂലൻ എന്ന് പറയുന്ന വലിയ ഒരു കൊടുങ്കാറ്റ് ഇതിന് വിരോധമായിട്ട് ആഞ്ഞടിക്കുകയാണ്. അതുകൊണ്ട് കപ്പൽ കാറ്റിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണം കുടുങ്ങിയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ, ഇവിടെ ഈ ക്ലൗദ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ എഴുതിയിട്ടുണ്ട്, ആ ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി. ഈ കപ്പലിൽ സാധാരണഗതിയിൽ ഈ തോണിയൊക്കെ ഈ കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പ് ഈ തോണികളൊക്കെ അതിനകത്താക്കണം. പക്ഷെ ഇവിടെ അവർക്ക് പെട്ടെന്ന് പറ്റിയിട്ടില്ല. കാരണം ഇതൊരു മുന്നറിയിപ്പില്ലാതെ ശക്തമായ ഒരു കൊടുങ്കാറ്റ് വരികയാണ്. അതുകൊണ്ട് അത് വളരെ പ്രയാസപ്പെട്ടാണ് ഈ തോണിയൊക്കെ ഇതിനകത്ത് കയറ്റുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഇത് കൊടുങ്കാറ്റിന് മുമ്പായിട്ടാണിത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ എന്തെങ്കിലും അവർക്ക് അറിവ് കിട്ടിയാൽ അങ്ങനെ ചെയ്യും. പക്ഷെ അത് അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ട് ഇത് ചെയ്തില്ല. അത് അവർ പെട്ടെന്ന് തന്നെ അതൊക്കെ വലിച്ചു കയറ്റി കപ്പൽ ചുറ്റിക്കെട്ടി ഉറപ്പുവരുത്തി. ഒരുപക്ഷെ ഇത് മണത്തിട്ടമേൽ അകപ്പെടും എന്ന് ഭയപ്പെടുവാൻ ഇടയായി തീർന്നു. ഇവിടെ പൗലോസ് പറഞ്ഞ പ്രവചനം ഇവിടെ ഫുൾഫിൽ ചെയ്യുകയാണ്. പൗലോസ് പറഞ്ഞ വാക്കുകൾ ഇവിടെ യാഥാർത്ഥ്യമായി തീരുകയാണ്. കപ്പലിലെ യാത്ര ഭയങ്കരമായ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നു. കൊടുങ്കാറ്റ് ഒരു രക്ഷയുമില്ലാതെ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് അവർ ചരക്ക് കുറച്ച് ഗോതമ്പും ചോളവും ഒക്കെ എടുത്ത് പുറത്തു കളഞ്ഞു. ഇപ്പോൾ പൗലോസ് പറഞ്ഞ ഒരു കാര്യം, കപ്പലിലെ ചരക്കിന് മാത്രമല്ല, കപ്പലിന് മാത്രമല്ല, ഇവർ തന്നെ ഭയപ്പെട്ടു. അവര് കപ്പലിലെ സാധനങ്ങൾ, കപ്പൽ മുഴുവൻ സാധനങ്ങൾ, ഓൾമോസ്റ്റ് ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സാധനങ്ങളെല്ലാം എടുത്ത് കളയുന്ന ഒരു അവസ്ഥയിലെത്തി. 3 നാള് ഇതിനകത്തിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും പറ്റുപോയി.
ലൂക്കോസ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് പറയുകയാണ്, ഞങ്ങൾ രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അറ്റുപോയി. എന്നാൽ വാക്തത്വം അവിടെ നിൽപ്പുണ്ട്, അത് പൗലോസിനറിയാം. പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആർക്കായാലും ഒരു നിരാശ ഉണ്ടാകുവാനുള്ള വലിയ സാധ്യതയുണ്ട്. അവിടെ അത് മാത്രമല്ല, ഒരു പട്ടിണിയും കൂടെ കിടക്കുകയാണ്. ഈ കടൽ ചുരുക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത പരുവത്തിലായിട്ടുണ്ട്. അവർക്ക് സാധാരണ നമുക്ക് ഇങ്ങനൊരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് തോന്നത്തില്ല. അത് സ്വാഭാവികമാണ്. കപ്പലിലെ യാത്രയിൽ കടൽ ചുരുക്കും കൊടുങ്കാറ്റും അടിച്ച് അവരുടെ എല്ലാ പ്രതീക്ഷകളും അറ്റുപോകുന്ന ഒരവസ്ഥയിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവർ ഭക്ഷണമൊക്കെ കഴിക്കാതെ പട്ടിണി കിടക്കുമ്പോൾ അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രയത്തിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെ ഇരിക്കേണ്ടതായിരുന്നു. പൗലോസ് ആദ്യമേ തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഞാൻ അന്ന് നിങ്ങൾക്ക് വാണിംഗ് തന്നതാണ്. ഇവിടെയാണ് പൗലോസ് ആരാണെന്നുള്ളത് ശതാധിപന് പൂർണ്ണമായി വെളിപ്പെടുന്നത്. പൗലോസ് ഒരു സാധാരണ മനുഷ്യല്ല, അസാധാരണമായ അല്ലെങ്കിൽ എന്തോ ഒരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണെന്ന് ശതാധിപന് ഇവിടെയാണ് വെളിപ്പെടുന്നത്. പൗലോസ് ഇങ്ങനെയുള്ളതായ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും പ്രതികൂല ഘട്ടങ്ങളിലും നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മുടെ യാത്രയെ മുമ്പോട്ട് നയിക്കുന്ന അഭിഷിക്തന്മാരെയാണ് നമുക്കെപ്പോഴും ആവശ്യം. നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന, നമ്മളെ നിരാശപ്പെടുത്തുന്ന ആൾക്കാരായിരിക്കരുത് പ്രിയമുള്ളവരെ. നമ്മളെ മരണത്തിൻ്റെ താഴ്വരയുടെ അവസ്ഥയിലെത്തുമ്പോൾ, പ്രയാസഘട്ടങ്ങളിലെത്തുമ്പോൾ, പ്രതികൂല ഘട്ടങ്ങളെത്തുമ്പോൾ നമ്മളെ എപ്പോഴും ധൈര്യപ്പെടുത്തുന്ന, ആ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന, പ്രത്യാശയെ ഉറപ്പിക്കുന്ന, ദൈവീയ വാക്തത്വങ്ങൾ മുറുകെ പിടിക്കുന്നവരായി തീരണമെന്നുള്ള ഒരു വലിയ സന്ദേശം കൂടെയാണ് ഈ ഭാഗത്ത് പൗലോസ് മുഖാന്തരം നമ്മുടെ മുമ്പിൽ എഴുതി കാണിക്കുന്നത്. പൗലോസ് പറഞ്ഞു, അതിന്റെ 22-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ. കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അവിടെയും ഒരു പ്രതീക്ഷയുടെ ഒരു നല്ല വാക്ക്, ദൃഢധൈര്യത്തോടെ, വളരെ ആത്മവിശ്വാസത്തോടെ പൗലോസ് പറയുകയാണ്. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണനായി വരിക. ഇതെല്ലാം പൗലോസ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അതാണ് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണിത്? പൗലോസ് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്ന് വന്ന ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത്. പൗലോസ് ആ രാത്രിയിൽ ഇവിടെ പ്രാർത്ഥിച്ചോ ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾക്ക് വായിക്കുമ്പോൾ രാവും പകലും വളരെ കണ്ണുനീരോടെ സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇവിടെ അങ്ങനെ ലൂക്കോസ് എഴുതിയിട്ടില്ല എങ്കിൽ കൂടിയും ആ പ്രാർത്ഥനയിലോ അദ്ദേഹം ദൈവവുമായിട്ടുള്ള തൻ്റെ ഹൃദയങ്ങളുടെ ഭാരങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് ആ രാത്രിയിൽ ദൂതൻ പൗലോസിന്റെ അടുക്കൽ വന്നിട്ട് ധൈര്യത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. പൗലോസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്ന ദൈവത്തിൻ്റെ ദൂതൻ. അതാണ് നമുക്കുണ്ടാകേണ്ട ഒരു പ്രാഗൽഭ്യം. നമുക്കൊരു അപ്പനുണ്ട്, ആ അപ്പൻ്റെ മക്കളാണെന്നുള്ള നമുക്കൊരു ഉടയവനുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങളുടെ ഈ ബൈബിൾ സ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതയാത്രയിൽ കൊടുങ്കാറ്റും തിരമാലയൊക്കെ ആഞ്ഞടിക്കുമ്പോൾ, എന്നാൽ ഇതിൽ കൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്യും. ഇന്ന് എനിക്കറിയത്തില്ല, ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ, എന്നാൽ നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവ്, ജീവനുള്ള നമ്മുടെ കർത്താവ്, പ്രപഞ്ചത്തിൻ്റെ ഉടയവനായവൻ, അവൻ നമ്മെ ധൈര്യപ്പെടും. തൻ്റെ ഭക്തന്മാരെ, തൻ്റെ അഭിഷിക്തന്മാരെ അവൻ ധൈര്യപ്പെടുത്തും. നിങ്ങൾക്കറിയാം, ശിഷ്യന്മാർ തിരയും കാറ്റും കോളും വന്ന പടകിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർ ഭാരപ്പെട്ടു. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് അവർ വളരെ ഭാരപ്പെട്ട് പറയുന്ന ഒരവസ്ഥയാണ്.
കർത്താവ് മരത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ കർത്താവ് എഴുന്നേറ്റ് പറഞ്ഞ അല്പവിശ്വാസികളെ നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്ന എന്ത് എന്ന് പറഞ്ഞിട്ട് തിരയും കാറ്റിനെയും കോളിനെയും എല്ലാം ശാസിക്കുകയാണ്. ഇന്ന് രാത്രി ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം തിരകളും തിരമാലകളും കൊടുങ്കാറ്റും ഒക്കെ വന്നാൽ അതിനെയെല്ലാം കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തി അവൻ നമ്മുടെ മേൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ആ കപ്പലിലുള്ള പൗലോസ് ഉൾപ്പെടെയുള്ള 276 പേർ, ബാക്കി 275 ആൾക്കാരോട് പൗലോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇതാണ്: എൻ്റെ ഉടയവന് ഞാൻ സേവിച്ചതുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ നീ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ഒരു വാക്തത്വമാണ് അവിടെ. സീസർ, റോമിലെ സീസർ, നീറോയുടെ മുമ്പിൽ നീ നിൽക്കുവാനുള്ളതാണ്. നീ മാത്രമല്ല, നിന്നോട് യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ പൗലോസ് എന്നൊരു വ്യക്തി ആ കപ്പൽ ഉള്ളത് കൊണ്ട് ആ സകലമാന മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കുവാനിടയായി തീർന്നു. നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരു നീതിമാൻ ആ ദേശത്തുണ്ടെങ്കിൽ ആ ദേശം നശിപ്പിക്കുകയില്ല. അഥവാ ആ ദേശത്ത് നശിപ്പിക്കുവാൻ പോകുന്നെങ്കിൽ അത് തൻ്റെ മക്കളോട് അറിയിക്കുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം അബ്രഹാമിനോട് ദൈവം ആ ദൂത് പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറയുകയില്ലയോ. അപ്പോൾ സൊദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അബ്രഹാമിനോട് ദൈവം വെളിപ്പെടുത്തി. അപ്പോൾ കപ്പൽ അകപ്പെടും, കപ്പൽ തകർന്നു പോകും എന്ന് അതിന് മുമ്പായിട്ട് പറയുന്നു, ഞാൻ നിന്നെ സീസറിന് മുമ്പിൽ കൊണ്ടുപോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, കപ്പലിന് ചില പ്രയാസം വരും, പക്ഷെ നിങ്ങൾക്ക് ആരുടെയും പ്രാണന് ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. വളരെ ധൈര്യത്തോടെ അത് പൗലോസ് പറയുമ്പോൾ, എന്നാൽ ഈ സാഹചര്യത്തിൽ ഡേഞ്ചറസ് സോണിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അരപ്പാട് കേട്ടാലും അത് എത്രത്തോളം നമ്മൾ ആഴത്തിൽ വിശ്വസിക്കും. എന്നാൽ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്ന വാക്തത്വങ്ങൾ, അരുളപ്പാടുകൾ നമുക്ക് ധൈര്യത്തോടെ വിശ്വസിക്കുവാനായിട്ട് ഈ ദൈവത്തിൽ കൂടെ നമുക്ക് കഴിയണം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിനെന്ന് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അതാണ് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, വിശ്വസിച്ചു അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. നാം വിശ്വസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒതുക്കാനല്ല, അത് നമ്മൾ വാ കൊണ്ട് പ്രൊക്ലെയിം ചെയ്യുന്നവരായി തീരണം. പൗലോസ് 275 പേര് മുമ്പിൽ വെച്ച് വിശ്വാസ പ്രഖ്യാപനത്തെയാണ്, എന്നോട് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു എന്ന് പറയുകയാണ്. 14 ദിവസങ്ങൾ കപ്പലിന്റെ വളരെ പ്രയാസഘട്ടത്തിൽ കൂടെ അവർ കടന്നുപോയി. ഓരോ സ്ഥലത്ത് ഇപ്പോൾ കര കാണുമെന്ന് നോക്കി അതിനകത്ത് അവിടെ പക്ഷെ ഒരുപക്ഷെ പാറ സ്ഥലങ്ങളിൽ അകപ്പെട്ട് കപ്പൽ തകർന്നു പോകും എന്ന് വിചാരിച്ച് അവർ 4 നങ്കൂരമിട്ടു. നേരം വെളുക്കുന്നവരെ, രാത്രി മാറി ഇരുട്ടി വെളുക്കുന്നവരെ ഇങ്ങനെ അത് ആഗ്രഹിച്ച് അവരിങ്ങനെ ഈയം ഇട്ട് അതിൻ്റെ ആഴം ഇങ്ങനെ ആ വെള്ളത്തിന് എത്രത്തോളം ഇനി അതിൻ്റെ അടുത്തുണ്ടോ അങ്ങനെ 15 മാറ് എന്ന് കണ്ടു. പക്ഷെ അവരുടെ ആ സമയത്ത് ഇവിടെ വേറൊരു സംഭവം നടക്കുന്നത് അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു, എന്നാൽ കപ്പൽക്കാർ, വായിച്ചാട്ടെ, എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണയത്ത് നിന്ന് നങ്കൂര ഇടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി. ഇതിന്റെ ഇടയിൽ കൂടെ സംഭവം നടക്കുന്നത്, ഈ കപ്പലിന്റെ അതിന്റെ ആൾക്കാര് അവരെല്ലാം കൂടെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നടത്തുക. കാരണം ഇവർക്ക് മനസ്സിലായി കപ്പലടിച്ച് തകർന്നു പോകും. ഒരുപക്ഷെ ഇവരുടെ ഈ പൗലോസ് പറഞ്ഞ വാക്കുകളൊന്നും ഈ കപ്പലിലെ ആൾക്കാരൊന്നും വിശ്വസിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ശതാധിപൻ എന്തോ ഒരു വിശ്വാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കപ്പലിലെ ആൾക്കാർക്ക് വിശ്വാസം വന്നിട്ടില്ല. കപ്പൽ ഈ റൺ ചെയ്യുന്നവർക്ക് അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി തോണിയൊക്കെ അത് പതുക്കെ ഇറക്കി അതിനകത്തൂടെ ചാടി പോകാനാണ്. തോണിയെല്ലാം ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനുകളിൽ ഇങ്ങനെയുള്ള ബോട്ടുകൾ കപ്പലിലുണ്ടല്ലോ, അതിനകത്തുനിന്ന് ഇറങ്ങി ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇവരുടെ ഇനി അടുത്തൊരു പ്ലാൻ. എന്നാൽ ഇത് പൗലോസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പൗലോസിന് വിവേചനപരം ഉള്ളത് കൊണ്ട്, അദ്ദേഹം കാര്യങ്ങളെ വളരെ വ്യക്തമായി വിവേചിക്കുന്ന ഒരാളായതുകൊണ്ട് പൗലോസ് ശതാധിപനോട് പറയുകയാണ്,
ഈ പടയാ ഈ പടയാളോട് പറയുകയാണ്, നിങ്ങൾ ഈ ഈ കപ്പൽ താമസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. കാരണം കപ്പലിനി മുമ്പോട്ട് ഇത് അടുപ്പിക്കണമെങ്കിൽ അതിൻ്റെ ശരിയായ ആ കരയിൽ എത്തിക്കണമെങ്കിൽ കപ്പൽ ഓടിക്കുന്നവരും അതിൻ്റെ സ്റ്റാഫൊക്കെ കൂടെ വേണം. ഇവർ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതെവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് തകർന്ന് മുഴുവൻ ആൾക്കാരും മരിച്ചു പോകും. എന്തായാലും ദൈവം അത് അനുവദിക്കത്തില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പൗലോസിലൂടെ ദൈവം ഇടപെട്ട് അതൊരു വിവേചനമായിട്ട് ശതാധിപനെ ഈ വിവരം അറിയിക്കുന്നത് കൊണ്ട് ശതാധിപൻ പൗലോസിന്റെ വാക്കുകളെ ആ സമയത്താണ് വിശ്വസിക്കുന്നത്. കാരണം നേരത്തെ ഫെയർഹാവൻ ശുഭതുറമുഖത്തെത്തി പൗലോസ് ദൂത് പറയുമ്പോൾ ശതാധിപൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ആ പറഞ്ഞ ദൂത് യാഥാർത്ഥ്യമായെന്ന് ശതാധിപന് ബോധ്യപ്പെട്ടതുകൊണ്ട് പൗലോസ് പറഞ്ഞ വാക്കിനെ അവിടെ വിശ്വസിക്കുകയും പടയാളികൾ തോണിയുടെ കയറ് അറുത്ത് അത് വീഴിച്ചു കളഞ്ഞു. ഇനി ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാര്യം തോണിയെല്ലാം അറുത്ത് അതിന് കടലിൽ ഇട്ട് കളഞ്ഞു. ഇനി ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും ഇല്ല. എന്നാൽ അവിടെയും പൗലോസ് പിന്നെയും ഇവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട് ഇവരെ ആഹ്വാനം ചെയ്യുകയാണ്. അതിന്റെ 33-ാമത്തെ വാക്യം. നേരം വെളുക്കാറായി പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാകുന്നു. പട്ടിണി കിടന്ന് മരിക്കുവാനുള്ളവരല്ല. അതാണ് പൗലോസ് പറയുന്നത്. ഈ കപ്പലിൽ നിങ്ങളുടെ ആരുടെയും ഒരു ഹാനി വരികയില്ല. നിങ്ങൾ പട്ടിണി കിടന്ന് ഈ കപ്പൽ കിടന്ന് മരിക്കാനുള്ളവരല്ല. നിങ്ങൾ അതുകൊണ്ട് ഫുഡ് കഴിക്കണം. അപ്പം അദ്ദേഹം അവരെ ധൈര്യപ്പെടുത്തി അവർക്ക് വലിയ ആശ്വാസം കൊടുത്തു. അതാണ് പൗലോസ് ഒരു വലിയ ശുശ്രൂഷയാണ്. ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പൗലോസ് ചുമ്മാതിരിക്കുകയല്ല. അദ്ദേഹം അവരെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ ധൈര്യപ്പെടുത്തുന്നു. അത് മാത്രമല്ല, കപ്പൽക്കാർ രക്ഷപ്പെടാൻ പോകുമ്പോൾ പടയാളികളോട് പറയുന്നു, അവരെ തോണി അറുത്ത് കളയുക, ഇല്ലെങ്കിൽ അവർ രക്ഷപ്പെടും. അവിടെ നിന്നും അവരെ രക്ഷിക്കുന്നു. മൂന്നാമത്, പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ ഇവർക്ക് ആഹാരം കഴിക്കണം എന്ന് വളരെ വളരെ ശക്തമായിട്ട് അവരെ എൻകറേജ് ചെയ്യുന്നു. ഇതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തൻ്റെയും തല ഒരു രോമം പോലും നഷ്ടമാകുകയില്ല. ഇവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മാനസികാവസ്ഥ കൂടെ കടന്നു പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. നമ്മളായ തന്നെ നമുക്കിങ്ങനെ വലിയ പ്രതിസന്ധി വന്നാൽ എങ്ങനെ ഫുഡ് കഴിക്കും പ്രിയമുള്ളവരെ? അതേ ഒരു അവസ്ഥ കൊണ്ട് കടന്നു പോവുകയാണ്. ആ അവസ്ഥയിൽ പൗലോസ് പറയാണ്, നിങ്ങൾക്ക് ഒരു പ്രയാസവും വരത്തില്ല, നിങ്ങളുടെ ഒരു ജീവനും ഹാനി വരികയില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കേ. അങ്ങനെ പൗലോസ് അവരെ എൻകറേജ് ചെയ്തു. അവർക്ക് അപ്പം എടുത്ത് കൊടുത്ത് അവരെല്ലാവരും കാണുക, ദൈവത്തെ വാഴ്ത്തി അപ്പം ഭക്ഷിച്ചതായിട്ട് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി ബാക്കിയുള്ള സാധനങ്ങൾ കപ്പലിലെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ധാന്യമെടുത്ത് കടലിൽ എറിഞ്ഞു കളയുന്ന ഭാഗമാണ് 38 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. തുടർന്ന് ഷിപ്രക്ക്, കപ്പൽ ഛേദമാണ്. ഇവിടെയാണ് കപ്പൽ ഛേദം സംഭവിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ കടൽ അകപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഈ 14 ദിവസം ഇതിനകത്ത് വളരെ പ്രയാസം കടന്നു പോകുന്നു. 39-ാമത്തെ വാക്യത്തിൽ, വെളിച്ചമായപ്പോൾ ഇന്ന ദേശം എന്നവർ അറിഞ്ഞില്ലെങ്കിലും കരയുള്ള ഒരു തുറ കണ്ടു, കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണമെന്ന് ഭാവിച്ചു. നങ്കൂരമറത്തു, കടലിൽ വിട്ടു, ചുക്കാന്റെ കെട്ടുമഴിച്ച് പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്ത് കരയ്ക്ക് നേരെ ഓടി. അപ്പോൾ അവരൊരു കര കണ്ടു. ആ കരയെ ലക്ഷ്യമാക്കി കപ്പലിന്റെ സാധാരണ ചെയ്യുന്ന രീതിയിൽ കപ്പൽക്കാർ അതിൻ്റെ നങ്കൂരമൊക്കെ അറുത്തു മാറ്റി അതിനെ മുന്നോട്ട് നയിക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഇരുകടൽ കൂടി ഒരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറിയാൽ കപ്പലടിഞ്ഞു, അണിയെ ഉറച്ച് ഇളക്കമില്ല, അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. മൊത്തം കപ്പലിൻ്റെ ആ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞ് തരിപ്പണമായി പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ ഒരു സംഭവം നടക്കുന്നത്, കപ്പലിൽ ഈ തടവുകാര്, ഈ പടയാളികൾക്ക് തോന്നുകയാണ്, ഒരുപക്ഷെ ഈ തടവുകാർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ പടയാളികൾക്ക് പ്രശ്നമാണ്. കാരണം ഒരു തടവുകാരനും അവരെ കസ്റ്റഡിക്ക് തടവുകാരൻ രക്ഷപ്പെടുവാൻ പാടില്ല. രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇവരുടെ ജീവൻ അപകടത്തിലാവും. ഈ പടയാളികളുടെ, ഇവരെ കാവൽ നിൽക്കുന്ന പടയാളികൾ
അപകടത്തിലാകും. കാരണം അവരെ മിക്കവാറും അവരുടെ ജീവൻ ഒരുപക്ഷെ അവരുടെ തല ഛേദിക്കപ്പെടും. അങ്ങനെ ഒരു ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഈ ശതാധിപൻ പൗലോസിനോടൊരു ദയ ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ നീതി ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ വാക്തത്വം ഉള്ളതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ശതാധിപനോ പൗലോസിനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. അപ്പൊ ഇവിടെ പടയാളികൾ തടവുകാരെ, പൗലോസ് ഉൾപ്പെടെ തടവുകാരെ കൊല്ലുവാനായി പ്ലാൻ ഇടുമ്പോൾ ശതാധിപന് ശതാധിപന് പൗലോസിനുള്ള സ്നേഹനിമിത്തം പൗലോസിനെ എങ്ങനെയും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ പടയാളിയുടെ ആഗ്രഹത്തെ എതിർത്തു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ആദ്യം ചാടി അവര് ബാക്കിയുള്ളവരൊക്കെ അവർ നീന്തി അവരക്കരയ്ക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എങ്കിലും കപ്പൽ എല്ലാം ഛേദം വന്ന് നഷ്ടം വന്നെങ്കിലും അവരുടെ ആരുടെയും പ്രാണന് ഹാനി വന്നില്ല എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വാക്തത്വത്തിൻ്റെ ഒരു ഫുൾഫിൽമെന്റ് ആണ് ഇവിടെ കാണുന്നത്. ഇനി റോമിലേക്കുള്ള യാത്രയാണ്. പക്ഷെ ഇവിടെ 28-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവരെത്തിയ സ്ഥലം മാൾട്ട അല്ലെങ്കിൽ മെലിത്ത, മലയാളത്തിൽ ഇവിടെ മെലിത്ത എന്ന് എഴുതിയിരിക്കുന്നത്. മെലിത്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ ആ ബർബരന്മാർ എന്ന് പറഞ്ഞാൽ അൺസിവിലൈസ്ഡ് ആയിട്ട് ആൾക്കാർ, അവിടെ വലിയ സംസ്കാരമൊന്നുമുള്ള ആൾക്കാരല്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ പൗലോസിനോട് ഇവർ ഭയങ്കര ദയ കാണിക്കുകയാണ്. പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ഒരു മാൻ ഓഫ് ഗോഡ് അവിടെ ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ വാക്തത്വം ഉള്ളതുകൊണ്ട് ബർബരന്മാർ പോലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യരെ സ്വീകരിപ്പാനായിട്ട് തയ്യാറായതുകൊണ്ട് ലൂക്കോസ് അവിടെ എഴുതിയിരിക്കുന്നത്, ബർബർമാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു, മഴയും ശീതോ നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. അതിന് ഭയങ്കര തണുപ്പ് സമയത്ത് ബർബർമാർ ഇങ്ങനെയുള്ളതായിട്ടുള്ള അറിയപ്പെടാത്ത അപരിചിതരായ ആൾക്കാരെ സ്വീകരിപ്പാനുള്ള വലിയ മനസ്സ് കാണിച്ചു. അതെല്ലാം ദൈവത്തിൻ്റെ നീതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ പൗലോസിനോടുള്ള ദൈവത്തിൻ്റെ നീതി മുഖാന്തരം ബർബർമാരുടെ ഹൃദയത്തെ വരെ ദൈവം രൂപാന്തരപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിൽ പൗലോസ് ഇത്രയൊക്കെ ഒരു വലിയ അഭിഷിക്തനാണെങ്കിലും അദ്ദേഹം കുറച്ച് വിറകൊക്കെ പെറുക്കി അവിടെ കൊണ്ടിടുന്നതായിട്ട് നമുക്ക് കാണാം, തീ കത്തിക്കാനായിട്ട്. അപ്പൊ അദ്ദേഹം മാറി നിൽക്കുകയല്ല. അപ്പൊ അവിടൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ദാസൻ, ദൈവത്തിന് ഗോഡ് സെർവൻ്റ് എന്നുള്ള ഏത് ജോലി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ പിന്നെയും അദ്ദേഹം ഉത്സാഹം കാണിക്കുന്നു. അതാണ് അവിടെ ആരും തന്നെ അങ്ങനെ ചെയ്യാതിരുന്ന സമയത്ത് പൗലോസ് വിറകുകൾ പെറുക്കി കൊണ്ടുവന്നിടുന്ന ഒരു കാഴ്ചയും കൂടെയാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെയാണ് ഇവിടെ ലൂക്കോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിറകൊക്കെ പെറുക്കി ഇങ്ങനെ ഇടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു അണലി കടിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണിക്കുന്നു. ഈ അണലിയുടെ ഒരു കഥ ഞാനിങ്ങനെ കേട്ടത്, ഈ മാൾട്ട ദ്വീപിൽ ഇങ്ങനെ ഒരു അണലി പൗലോസിനെ കടിച്ച മുഖാന്തരം ആ അണലി എത്തുപോയി. ഇവിടെ അതിന് വംശനാശം സംഭവിച്ചെന്നാണ്, അങ്ങനെയാണ് ഞാനൊരു ഇതിനെപ്പറ്റി ഒരു കേൾവി കേൾപ്പാനിടയായി, ഒരു ചരിത്രം കേൾപ്പാനിടയായി. അപ്പോൾ പൗലോസിനെ ഈ അണലി കടിക്കുന്ന സമയത്ത് അവിടെയുള്ള ബർബർമാർ വിചാരിച്ചു കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും അവർക്ക് ഈ മറ്റ് മിത്തോളജിയും മറ്റ് ദേവന്മാരെയും ഒക്കെ ആരാധിക്കുന്ന അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ, ഇവനൊരു കൊലപാതകനാണ്. ഇപ്പൊ പൗലോസ് തടവുകാരനാണെന്നേ അറിയത്തുള്ളൂ. എന്ത് തടവാന്നോ, പൗലോസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ പൗലോസ് വിറകൊക്കെ പറക്കി അണലി കടിച്ചു, അണലിയെ കുടഞ്ഞു കളഞ്ഞു. ഞാൻ ആ ഭാഗങ്ങളൊന്നും വിവരിക്കുന്നില്ല. അണലി ആ തീക്കകത്ത് കിടന്ന് ചത്തുപോയി. പക്ഷെ ഇവർ വിചാരിച്ചു, കണ്ടോ ഇവനൊരു കൊലപാതകനാണ്, കണ്ടോ കടലിൽ നിന്ന് രക്ഷപ്പെട്ടൊന്നും പിന്നെ ഇവനെ അണലി കടിക്കുന്നു, അതുകൊണ്ട് ഇവന് കൊലപാതകനാണെന്നൊരു സംശയിക്കും. നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കത്തില്ല എന്ന് അവർ തമ്മിൽ പറയുന്നു. ഇവർ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇത് ഭയങ്കര വിഷകരമാണല്ലാണ്, കടിച്ചു കഴിഞ്ഞാൽ ഏതാളും മരിക്കും. പക്ഷെ ഇവരിങ്ങനെ നോക്കിക്കോ, പൗലോസിനെ ശരിക്കും ഒബ്സർവ് ചെയ്യുമ്പോൾ പൗലോസ് മരിക്കുന്നില്ല.
അവർക്കൊരു കാര്യം വെളിപ്പെടും. അവർ പറയുകയാണ് ദേവനാണ്. പിന്നെ ഇവർക്ക് ആദ്യം ഒന്ന് പറയുന്നു കൊലപാതകനാണ്, പെട്ടെന്ന് സാഹചര്യം മാറിയപ്പോൾ പിന്നെ പറയുന്ന ഒരു ദേവനാണ്. നമ്മുടെ മനുഷ്യന്റെ ഒരു സ്വഭാവം ഇവിടെ വെളിപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. പൗലോസ് ഇത് മരിച്ചു അല്ലെങ്കിൽ ചത്തു വീഴും, ശരീരമൊക്കെ വീർത്ത് ചത്തു വീഴുന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നു, ഇവിടെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ അപ്പോഴാണ് ഒരു ഇവൻ ദേവനാണ്. അപ്പോൾ ഇവർക്ക് ഒന്നുകൂടെ പൗലോസിനോട് ഭയങ്കരമായ സ്നേഹം തോന്നി. അങ്ങനെ അവിടെ പറയുന്ന 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ആ സ്ഥലത്തിന് സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. അവിടെയൊക്കെ ദൈവത്തിന്റെ ഒരു വലിയ കരുണയാണ് ഇവിടെ കാണുന്നത്. ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ഥലത്ത്, ആരും സഹായത്തിനില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോഴും ദൈവത്തിന്റെ കരുതൽ. പ്രിയമുള്ളവരെ, ദൈവം ഒരു സ്ഥലത്തേക്ക് നമ്മളെ അയക്കുമ്പോൾ ആ യാത്രയിൽ നാം എന്ത് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നൊന്നും ദൈവം നമ്മോട് പറയത്തില്ല. പക്ഷേ ഏത് സാഹചര്യത്തിൽ കടന്നു പോയാലും നമുക്ക് വേണ്ടി ഒരു കരുതൽ അവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. അത് ദൈവത്തിന്റെ നീതിയുടെ നമ്മൾ ഈ ഭാഗത്ത് കൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഭാഗമൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വലിയ ധൈര്യം ഉണ്ടാകണം. ഈ അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുമ്പോൾ പ്രത്യേകമായ ധൈര്യവും ഒരു പ്രത്യേക ആത്മനിറവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. പ്രിയമുള്ളവരെ, ഇത്രയും വലിയ കൊടുങ്കാറ്റിലും തിരയിലും ഒക്കെ അകപ്പെടുമ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടും പിന്നെയും അണലി കടിക്കുമ്പോഴും ഒരു അപരിചിതരായ ആൾക്കാരുടെ നടുവിൽ ഒരുപക്ഷെ അവർക്ക് ഇവരെ വേണമെങ്കിൽ കൊന്നുകളയാം. ഈ വന്ന ആൾക്കാരെ മുഴുവൻ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവരുടെ ഭൂമിയാണ്, അവരെ ആരും ചോദ്യം ചെയ്യാനില്ല. അവിടുത്തെ ദ്വീപിന്റെ പ്രമാണിയാണ് പുബ്ലിയോസ്. അതിന് നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ഇവരെ കൊള്ളയടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊന്നും ചെയ്യാതെ അവരെ 3 ദിവസം അവിടെ കൊണ്ടുപോയി സ്വീകരിക്കുകയാണ്. ആ ഭാഗമാണ് കാണുന്നത്. അവിടെ ഈ പുബ്ലിയോസ് എന്ന് പറയുന്ന ദ്വീപിന്റെ പ്രമാണിയുടെ അപ്പൻ പനിയൊക്കെ പിടിച്ച് കിടക്കുന്നു. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇവിടെ മാറുകയാണ്. അപ്പൊ ഇവരുടെ ഹൃദയത്തെ ദൈവം ഇവരോട് അനുകമ്പാരൂപമാക്കി തീർക്കുന്ന നിലവാരത്തിലേക്ക് ദൈവം അവിടുത്തെ സാഹചര്യങ്ങളെ മാറ്റുന്നതായിട്ട് നമുക്ക് കാണും. നമ്മുടെയൊക്കെ അനുഭവങ്ങളിലും നമ്മുടെ പലരുടെയും സാക്ഷ്യത്തിൽ, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നിടത്തായാലും ഏത് മേഖലയിലായാലും പല അറ്റ്മോസ്ഫിയറുകൾ നമുക്ക് വേണ്ടി ദൈവം അനുകൂലമാക്കി തീർക്കുവാനായിട്ട് കഴിയും. അപ്പൊ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തെ ഉയർത്തുന്ന, ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഏത് സാഹചര്യത്തിലും എവിടെ പോയാലും നമുക്ക് ഏത് അപരിചിതത്വം ഉണ്ടായാലും ഏത് സ്ട്രെയിഞ്ച് എക്സ്പീരിയൻസ് ആയി നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെയെല്ലാം നല്ല കംഫർട്ടാക്കി മാറ്റി നമ്മുടെ സാഹചര്യങ്ങളെയൊക്കെ ദൈവം അനുകൂലമാക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അവിടെ പൗലോസിന്റെ മേൽ അസാധാരണമായ ദൈവകൃപ ചൊരിയുകയാണ്. ഡോക്ടർ ലൂക്കോസ് കൂടെ ഉണ്ട്. അദ്ദേഹത്തിനും ഇവിടെയുള്ള രോഗികളെയൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ടാകാം. അതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. പൗലോസ് അദ്ദേഹത്തിന്റെ പുബ്ലിയോസ് എന്ന് പറയുന്ന ദ്വീപ്രമാണിയുടെ അപ്പനെ കൈവച്ച് പ്രാർത്ഥിച്ചു, സൗഖ്യമാക്കി. ഇത് അറിഞ്ഞു കേട്ട് അവിടെയുള്ള സകല രോഗികളും പൗലോസിന്റെ അടുത്ത് വന്നു. അവരെല്ലാം പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി. അപ്പൊ ദൈവം പൗലോസിൽ കൂടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ ഇടയായിത്തി. അത് മാത്രമല്ല, മോൾട്ടയിൽ നിന്ന് അവരെ 3 മാസം അവിടെ സ്റ്റേ ചെയ്തതായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ 3 മാസം അവരെ കരുതുവാൻ ദൈവം ചില ബർബരന്മാരെ പിന്നെ ദൈവം ഉപയോഗിച്ചു. അതുകൊണ്ടാണ് റോമാലേഖനം പൗലോസ് എഴുതുമ്പോൾ, കോരിന്ത്യയിലെ നമുക്കറിയാം, കോരിന്ത്യയിലും അവിടെ ഈ ബർബരന്മാരാ, അൺസിവിലൈസ്ഡായ ആൾക്കാർ, എന്ത് അധാർമികതയും പ്രവർത്തിക്കുക ആൾക്കാർ, യാതൊരു മോറലും ഇല്ല. അതുകൊണ്ട് പൗലോസ് അത് ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കാം റോമർ 1-ാം ലേഖനം റോമർക്ക് എഴുതിയ 1-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അപ്പൊ അവിടെ ഇത് നേരത്തെ എഴുതിയ ലേഖനമാണ്. ഒന്ന് ജസ്റ്റ് ഈ ബർബരന്മാർ എന്നുള്ളൊരു വാക്ക് കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഒക്കെ നമുക്കത് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു 3 മാസം കഴിഞ്ഞു. ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് കയറ്റി മാൾട്ടയിൽ നിന്നും റോമിലേക്ക് പോകുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കി കൊടുത്തായിട്ട് നമുക്ക് കാണും. അടുത്ത നമ്മൾ
അവിടെ നിന്ന് അവര് ഈ ഇനി ഞാൻ ഈ മാപ്പിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. മാൾട്ട ദ്വീപിൽ നിന്ന് അവരൊരു കപ്പൽ കയറി, അതായത് അവിടെ നിന്ന് റോമിലേക്ക് പോകുന്ന ഒരു ഈജിപ്ഷ്യൻ കപ്പൽ, അലക്സാന്ദ്രിയ എന്നുള്ള ഒരു കപ്പൽ, അതിനകത്താണ് അവർ കയറുന്നത്. അതിന് അശ്വനി ചിഹ്നമുള്ള ഒരു കപ്പൽ. അശ്വനി ചിഹ്നം എന്ന് പറയുന്നത് ഈ ഗ്രീക്കിലെ ഏതോ ദേവന്മാർ, ഇരട്ട സഹോദരങ്ങളാണ്, അവരെയൊക്കെ ദൈവങ്ങളായിട്ട് പൂജിക്കുന്ന ഒരു മിത്തോളജിയാണ് അത്. ഈ ഒരു കുതിരപ്പുറം സഞ്ചരിക്കുന്ന ഒരു ഫിഗറുണ്ട്, അത് ആ ഫിഗർ ഹെഡ് ഈ കപ്പലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്, എംബഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ഒരു ഇതിനകത്ത് കാണിക്കാം. അപ്പൊ അത് അങ്ങനെ അത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പൽ യാത്രയിൽ അവർക്ക് യാതൊരു പ്രയാസം ഉണ്ടാകത്തില്ല എന്നൊരു മിഥ്യാധാരണ, ഒരു അന്ധവിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. അതാണ് ഈ അശ്വനി ചിഹ്നമുള്ളൊരു കപ്പൽ അല്ലെ അവർക്ക് എന്ന് പറയുന്നത് ഇവിടെ. അത് കഴിഞ്ഞ് അവര് സുറക്കൂസിൽ അവർ കരക്കിറങ്ങി 3 നാൾ പാർത്ത് അവിടെ ചുറ്റി ഓടി രഹ്യോനിലെത്തി. അപ്പൊ കപ്പൽ യാത്രകൾ നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് അറിയാം, അവർ ഓരോ ഹാർബറിലൊക്കെ ഇറങ്ങി അവിടെ 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ടാണ്. ഒറ്റ സ്ട്രെച്ചിനല്ല കപ്പൽ യാത്ര. പല ഹാർബറുകളിൽ അവരെ ഷിപ്പ് കാർഗോ ഒക്കെ ഇറക്കി അവിടെ സ്റ്റേ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഈ യാത്രകൾ. അതുകൊണ്ട് അവർ സിറക്കൂസ് എന്ന് പറഞ്ഞ അവിടെ വന്ന് കരക്കിറങ്ങി. ഞാൻ ഈ കഴ്സർ നോക്കുക, അവിടെ 3 ദിവസം ഇവിടെ പാർത്തു. ഇവിടെ പാർത്ത ശേഷം അവര് വീണ്ടും അവിടെ നിന്ന് രഹ്യോൻ എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തി. റഹീം എന്ന് പറയുന്ന ഇവിടെ കാണിക്കുന്നത്, അവിടെ എത്തി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ തെക്കൻ കാറ്റടിച്ച് അങ്ങനെ അവര് പിറ്റേന്ന് പുത്തോലി എന്ന് പറയുന്ന ഈ റോമന്റെ ഈ ഭാഗം, ഈ റോമൻ പ്രവിശ്യയുടെ ഈ ഭാഗത്ത് പുത്തോലിയിൽ ഈ കപ്പൽ എത്തിച്ചേർന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെയാണ് കപ്പൽ യാത്ര ശരിക്കും അവസാനിക്കുന്നത്. മാൾട്ടയിൽ നിന്ന് സുറക്കോസ് റഹ്യം വഴി പുത്തോലി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാണ് ഈ കപ്പൽ യാത്ര അവസാനിക്കുന്നത്. ഇവിടെ കപ്പൽ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന അവിടെ സഹോദരന്മാരെ കണ്ടു, 7 നാൾ താമസിക്കാതെ അപേക്ഷിച്ചു. ഇവിടെ പുത്തോലി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ, നേരത്തെ നമുക്കറിയാം റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് അവിടെ വരണം, നിങ്ങളെയൊക്കെ കാണണം. ഇതൊക്കെ എഴുത്തൊക്കെ കിട്ടിയിട്ട് വളരെ നാളുകൾ. അപ്പോൾ പൗലോസ് ഏതെങ്കിലും സമയത്ത് അവിടെ എത്തിച്ചേരും. നിങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ പോരാടണം, എൻ്റെ ഈ എങ്ങനെയെങ്കിലും നിങ്ങളെ കാണണമെന്നുള്ള ആ ഒരു വലിയ ആഗ്രഹം പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ പുത്തോലിയിൽ എത്തിയ സമയത്ത് ഈ റോമിൽ നിന്നും സഹോദരന്മാര് അവിടെ എഴുതിയിരിക്കുന്നത്, അപ്യപുരവും ത്രിമണ്ഡപുരവും ഞങ്ങളെ എതിരേറ്റ് വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. 14-15 വായിച്ചു 28. അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോടുകൂടി 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യപുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റ് വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. ഇവിടെ കാൽനടയായിട്ടാണ് ഈ പുത്തോലിയിൽ നിന്ന് റോമിലേക്ക് തടവുകാർ പൗലോസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്നു. ഇത് കണ്ട ഞാൻ ഈ ഭാഗത്തിന് ഞാൻ അശ്വനി ചിഹ്നം എന്ന് പറയുന്ന ഇതാണ് ഒരു ഇമേജ് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് ഈ കപ്പൽ, ഇതാണ് അശ്വനി ചിഹ്നമായിട്ട് കാണിക്കുന്നത്. ഇനി എന്തായാലും ഇവിടെ 7 ദിവസം ഇവിടെ പുത്തോലിയിൽ ഇവിടെ പാർക്കുന്നു. അവര് പോയ വഴിയിൽ അപ്യപുരവും ത്രിമണ്ഡം വരെ അവരെ എതിരേറ്റുകൊണ്ട് സഹോദരന്മാർ അവരെ കണ്ടപ്പോൾ പൗലോസിന് ഭയങ്കര ധൈര്യമായി. റോമിൽ ഏകദേശം 10-60 കിലോമീറ്റർ ഇവിടുന്ന് കാൽനടയായിട്ട് സഞ്ചരിച്ചവര് റോമിൽ എത്തിച്ചേർന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് നമ്മൾ പൗലോസ് റോമിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ച് ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ കർത്താവ് ഉത്സാഹം പ്രാപിക്കും. റോമിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളുടെ കൂടെ വേറിട്ട് പാർക്കുവാൻ പൗലോസിന് അനുവാദം കിട്ടി. പൗലോസിന് അങ്ങനെ അനുവാദം ഉള്ള സമയത്ത് തന്നെ പൗലോസിന് എപ്പോഴും ഒരു പടയാളിയുടെ കയ്യിൽ, പൗലോസിന്റെ കൈയുമായിട്ട് ബന്ധിപ്പിച്ചാണ് പൗലോസിനെ നിർത്തിയിരിക്കുന്നത്. കാരണം പൗലോസിന്റെ വിചാരണ കഴിഞ്ഞിട്ടില്ല. വിചാരണയ്ക്കായിട്ട് റോമിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു പടയാളിയുടെ കയ്യിലെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് പൗലോസിനെ
ഇരുത്തിയിരിക്കുന്നത്. അവരെ അടുത്ത് വരുന്നതൊക്കെ സുവിശേഷം പറയുന്ന ഭാഗങ്ങൾ. എന്നാൽ പൗലോസിനെ പ്രത്യേകമായിട്ട് അദ്ദേഹം ഒരു തടവുകാരനോ കൊലപ്പുള്ളിയോ കൊലപാതകനോ ഒന്നും അല്ല, ഏതോ മതപരമായ വിഷയങ്ങളായതുകൊണ്ട് പൗലോസിനെ ഒരു വേറിട്ട് ഒരു കാവലായ പടയോട് വേറിട്ട് പാർക്കുവാനുള്ള ഒരു അവസരം കിട്ടി. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്. കാരണം റോമിൽ പൗലോസ് സാക്ഷിയാകണം ദൈവത്തിൻ്റെ. അതുകൊണ്ട് പൗലോസ് അവിടെ ചെന്ന മെയിനായിട്ട് ചെയ്ത ഒരു കാര്യം, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് പൗലോസ് യെരുശലേമിലെ യഹൂദന്മാരിടയിൽ പൗലോസിന് എതിരായിട്ട് ഒരു ഒരു റൂമർ വന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മിഷണറി യാത്ര പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു. കാരണം പൗലോസ് യഹൂദന്മാർക്ക് വിരോധമായി സംസാരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് യെരുശലേം മുഴുവൻ. ഇനി ആ വാർത്ത റോമിലും എത്തിയിട്ടുണ്ടോ എന്ന് പൗലോസിന് ശരിക്കും അറിയത്തില്ല. അപ്പൊ അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ പൗലോസിന് ഉണ്ടാക്കണം. അതിനുവേണ്ടി അവിടെ വന്നപ്പോൾ സാധാരണഗതിയിൽ പൗലോസ് ഏത് മിഷണറി യാത്രയ്ക്ക് പോയാലും ഏത് സ്ഥലത്ത് പോയാലും യഹൂദന്മാരുടെ സിനഗോഗുകളിൽ പോയി പ്രസംഗിക്കുക പതിവായിരുന്നു. യഹൂദന്മാരെ കാണുക, അവരോട് സുവിശേഷം പറയുക. ഇവിടെ പൗലോസ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട്, അദ്ദേഹത്തിന് അവരുടെ കസ്റ്റഡിയിലായതുകൊണ്ട് അദ്ദേഹം അവിടെയുള്ള യഹൂദന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ പറയുന്നു, ഞാൻ മരണയോഗ്യമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങളെ ആ സംഭവങ്ങൾ ഇവിടെ വിവരിക്കുന്നു. ഞാനത് സ്കിപ്പ് ചെയ്യുന്നു. അത് ഈ 19-ാമത്തെ വാക്യം ഒന്ന് 19-20. എന്നാൽ യഹൂദന്മാർ എതിർ പറയുകയാൽ ആ ഞാൻ കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു. എന്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പിച്ചു. യഹൂദന്മാർ എനിക്ക് എതിര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ സീസറുടെ മുമ്പാകെ നിൽക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ട് ജാതിയുടെ നേരെ അന്യായം ബോധിപ്പാൻ ഉം, എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടല്ല താനും. ഉം, ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണേ എന്ന് വെച്ച് ഉം. ഞാൻ ഇതെല്ലാം നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പൗലോസിന്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ യഹൂദന്മാരെ വിളിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഇസ്രായേലിന്റെ ഞാൻ പ്രത്യാശത്വം, ചുമക്കുന്നത്. ഇസ്രായേൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ത്യാഗം സഹിക്കുന്നത്. പ്രിയമുള്ളവരെ, AD 70 യെരുശലേം ദേവാലയം റോമാക്കാർ ആക്രമിച്ച് തകർത്തുകൾ. അതിനെപ്പറ്റി കർത്താവ് നേരത്തെ പ്രവചനം തൻ്റെ അന്ത്യകാല സംഭവങ്ങളിൽ ആ ഭാഗങ്ങളൊക്കെ പ്രവചിച്ചു പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇവരെ വിശ്വസിച്ചിരുന്നു എങ്കിൽ ആ ഒരു ശാപം ഇവർക്ക് ഒഴിവാകാമായിരുന്നു. പക്ഷെ ഇവര് കർത്താവിനെ അനുസരിക്കാത്തതുകൊണ്ട് ആ പ്രവചനങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രത്യാശ നിമിത്തം നിങ്ങൾ എങ്ങനെയെങ്കിലും നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകണം, നിങ്ങൾ ഈ ശാപത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിന്നെപ്പറ്റി ഇങ്ങനെയുള്ളതായ ഒരു വാർത്തകളും ഞങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ല. പക്ഷേ നീ പറയുന്നതായിട്ടുള്ള നിന്റെ മതം എന്താണ്? ഇതിനെല്ലായിടത്തും ചെറിയ ചെറിയ ഒപ്പോസിഷനൊക്കെ വന്നതുകൊണ്ട് നീ തന്നെ നിന്റെ മതത്തെക്കുറിച്ച് വ്യക്തമായി ഒരു തെളിവ് പറയണം. നമ്മൾ നേരത്തെ ഈ അപ്പോസ്തല പ്രവൃത്തി 12-ാം വായിക്കുമ്പോൾ റോമാക്കാരെല്ലാം വിട്ടുപോകണമെന്ന് ക്ലൗദിയോസ് ചക്രവർത്തി കൽപ്പിച്ചത് കൊണ്ട് അവര് കൊരിന്തി വിട്ട് അവര് റോമർ വിട്ട് കൊരിന്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് പോട്ടെ. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തലന്റെ പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസം സർവ്വയിടത്തും പ്രസിദ്ധമാണ്. അപ്പം ഈ റോമിലുള്ള യഹൂദ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെക്കുറിച്ച് ഭയങ്കര കേട്ടുകേഴ്വിയാണ്. അതുകൊണ്ട് യഹൂദ ക്രിസ്ത്യാനികൾക്ക് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവർക്ക് ആർക്കും ഒരു വിരോധമോ കാര്യങ്ങളോ ഒന്നും പൗലോസിനെ പറ്റി പറയാനില്ല. എങ്കിലും നിന്നെപ്പറ്റി എന്താണ് എന്നുള്ള അപ്പം അതിനെപ്പറ്റി പൗലോസ് ഒരു ദിവസം നിശ്ചയിച്ചിട്ട് അവരെ വീട്ടിൽ വന്നു. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് മോശയും ന്യായപ്രമാണവും പ്രവചന പുസ്തകങ്ങളൊക്കെ എടുത്ത്, മോശയുടെ ന്യായപ്രമാണവും പ്രവചന പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം പെരുമാറി രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഇവർ രക്ഷപ്പെടണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. ഈ സമയത്ത് പൗലോസ് തടവുകാരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, അരമനയോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കിടക്കുമ്പോഴാണ് പൗലോസ് ഈ 2 വർഷം ഈ വീട്ടുതടങ്കലിൽ ഹൗസ് അറസ്റ്റിൽ കിടക്കുമ്പോഴാണ് 4 ലേഖനം എഴുതുന്നത്. എഫേസ്യ, ഫിലിപ്പിയ, കൊലോസിയ, പിന്നെ ഫിലമോനിലാണ് നമ്മൾ ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു അടിമയെ കാണുന്നുണ്ട്. ആ അടിമ ഇവിടെ എങ്ങനെയോ ഈ റോമിലെത്തുന്നു. ഈ പൗലോസിന്റെ അടുത്ത് എങ്ങനെയോ എത്തിപ്പെടുകയും ആ
ഒനേസിമോസിനെ പോലെ സുവിശേഷം പറയുകയും വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഈ സംഭവങ്ങളൊന്നും ഇവിടെ എഴുതിയിട്ടില്ല, എങ്കിലും നമ്മൾ ലേഖനങ്ങൾ കൂടെയാണ് ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇവിടെ ലൂക്കോസ് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിശദീകരണവും നമുക്ക് ഈ ഭാഗത്ത് നൽകുന്നില്ല. ഇവിടെ വെച്ച് ഈ 2 വർഷം അദ്ദേഹം ഹൗസ് അറസ്റ്റിൽ നിൽക്കുമ്പോൾ ഈ 4 ലേഖനങ്ങൾ എഴുതി. ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരു നിമിഷം പോലും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ ഇടയായി തീർന്നു. ഇവിടെ ഈ യഹൂദന്മാർ ഇതെല്ലാം കേട്ട്, പക്ഷെ അവരാരും ഇതൊന്നും ചിലർ അക്സെപ്റ്റ് ചെയ്തു, ചിലർ അതിനെ ഒബ്ജക്റ്റ് ചെയ്തു. അപ്പൊ അവരെ നോക്കിയിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം വാക്യം, ആ വാക്യങ്ങൾ എടുത്തുകൊണ്ട് ഇവിടെ കോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും, 26-ാമത്തെ വാക്യം ഞാനത് ഇവിടെ വായിക്കുന്നില്ല സമയത്തിന് ചുരുക്കം മൂലം. എന്നിങ്ങനെ നിങ്ങളെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾക്കുവാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിനടുക്കൽ പോയി പറയുക എന്നിങ്ങനെ പരിശുദ്ധാത്മാ യെശയ്യാ മഹാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് എത്ര ശരിയാണെന്ന് പൗലോസ് എടുത്തു പറയുക. അതുകൊണ്ട് പറയാ, ഈ രക്ഷ ഇനി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വീട് റെന്റിനെടുത്തെന്നാണ് പറയുന്നത്. റെന്റിനെടുത്ത് അവിടെ 2 വർഷം താമസിച്ച് തൻ്റെ അടുക്കൽ വരുന്നവരെ എല്ലാം കൈക്കൊണ്ട്, പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ കൈക്കൊണ്ട് അവരോടെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗത്തിലാണ് ലൂക്കോസ് ഇവിടെ നിർത്തുന്നത്. എന്നാൽ AD 62 പൗലോസ് ഇവിടെ നീറോ ചക്രവർത്തിയുടെ വിചാരണയിൽ ഫേസ് ചെയ്യുകയും അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷം AD 67 പിന്നെയും നീറോ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സമയത്ത് പൗലോസിനെയും പിടിക്കുകയും അദ്ദേഹം തടവിലാക്കപ്പെടുകയും ചെയ്യുന്നു. AD 62 ശേഷം പിന്നെയും പൗലോസ് ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ സഞ്ചരിച്ച് താൻ സ്ഥാപിച്ച സഭകളിലൊക്കെ പോയി പിന്നെയും അവരെ ഉറപ്പിക്കുന്നു. ആ സമയത്താണ് AD 62-64 കാലഘട്ടത്തിലാണ് 1 തീമോത്തിയോസ് ലേഖനം എഴുതുന്നതായി പറയപ്പെടുന്നു. അദ്ദേഹം 67 ആ സമയത്ത് ഇടയിലെ 2 തീത്തോസിനും 1 തീമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനങ്ങളും 1 മാസിഡോണിയയിലും ആ ഭാഗത്തൊക്കെ വരുമ്പോഴാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. പിന്നീട് AD 67 അദ്ദേഹം പിന്നെയും തടവിലാക്കി. അദ്ദേഹത്തിന് രക്തസാക്ഷിയാവുന്നതിന് മുമ്പ് എഴുതിയ ലേഖനമാണ് 2 തീമോത്തിയോസ്. 2-ാമത്തെ ലേഖനം അദ്ദേഹത്തിന്റെ മരണസമയത്തിന് മുമ്പ് എഴുതിയതായ ലേഖനമാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം ഇവിടെ അവസാനിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പൗലോസിനെ നമ്മൾ ഈ 28-ാം അധ്യായം അവസാനിച്ച് ഇങ്ങനെ മിഷണറി യാത്രകളും പൗലോസിന്റെ ചരിത്രവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം, ഒരു റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിലാണ് ഈ സ്ഥലങ്ങളെല്ലാം ഉള്ളത്. റോമാ സാമ്രാജ്യം മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുക. 50,000 കിലോമീറ്റർ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് പല പ്രതികൂലങ്ങൾ കൂടെ യാത്ര ചെയ്ത് സുവിശേഷം പറഞ്ഞ പൗലോസ്, അതുകൊണ്ടാണ് കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം പറയുന്നു, ഞാനാകുന്നു ദൈവകൃപയിലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായില്ല. ഞാൻ എല്ലാവരെക്കാളും അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ അത്രേ. ആ ദൈവകൃപ വ്യർത്ഥമാക്കാതെ പൗലോസ് കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങുന്ന ഒരു കാഴ്ചയാണ്. തൻ്റെ ജീവനെ പോലും മനസ്സിലാക്കാതെ സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു അപ്പോസ്തലന്റെ 14 ലേഖനങ്ങൾ എഴുതി ഇന്നും നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തമായി ഉറപ്പിക്കുന്ന ഒരു അപ്പോസ്തലന്റെ ജീവചരിത്രം ഇത്രത്തോളം ലഘുവായി പഠിക്കുവാൻ കർത്താവ് എന്ന അവസരത്തിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് പറയുവാനും 13 അധ്യായം തൊട്ട് 28 അധ്യായം വരെ പറയുവാൻ കർത്താവിനെ ബലപ്പെടുത്തിയവർ സ്തോത്രം ചെയ്യുന്നു. 1 മുതൽ 12 അധ്യായങ്ങൾ സച്ചിൻ പാസ്റ്ററും അതിനെപ്പറ്റി ഞങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവ് ദാസനെയും എടുത്തുപയോഗിച്ചു. അപ്പോസ്തലത്തോടെ അവസാനിക്കുമ്പോൾ ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി പിന്നെയും നമ്മുടെ ജീവിതം ഒരു സമർപ്പിക്കുകയും കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ശുശ്രൂഷയിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.